വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും എല്ലാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ദിയ കൃഷ്ണനെ പറ്റിയിട്ടാണ്. അപ്പൊ ആക്ച്വലി എന്താണ് ദിയ കൃഷ്ണയുടെ ന്യൂ ഇഷ്യൂ, അതായത് പുതിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമയുടെ ബർത്ത്ഡേക്ക് അശ്വിൻ്റെ വീട്ടുകാരെ വിളിച്ചില്ല. അപ്പൊ വിളിക്കാത്തതിന് ഉള്ള റീസൺ ആണ് ഒരിക്കലും ദഹിക്കുന്നില്ല. കാരണം അവര് കുട്ടീനെ എടുത്തോണ്ട് ഓടും. അവരെന്താ കുട്ടികളെ പിടുത്തക്കാരാണ്, തട്ടിക്കൊണ്ടുപോകാൻ. എനിക്കറിഞ്ഞൂടാ, ഈ പെണ്ണുപിള്ളക്ക് ഭ്രാന്താണോ, ഫാമിലി മൊത്തത്തോടെ ഭ്രാന്താണോ, എനിക്ക് വട്ടായതാണോ അല്ലെങ്കിൽ ഫാമിലിക്ക് മൊത്തം വട്ടായതാണോ എന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ആക്ച്വലി എന്താ പറയാ, എയറിൽ കയറാൻ വേണ്ടിയിട്ട് അഹാന നീ ഇറങ്ങി, ഇനി ഞാൻ കയറാം. അഹാന കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും, അപ്പൊ ദിയ കയറും, ദിയ നീ ഇറങ്ങും, അപ്പൊ ഞാൻ കയറാം സിന്ധുകൃഷ്ണ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു. കാരണം അത്രയേറെ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോയിൽ ഓരോന്ന് അവർ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് മിനിറ്റ്സ് അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന്റെ വീട്ടുകാർ കുട്ടി എടുത്തുകൊണ്ട് അപ്പൊ നല്ല ഫോട്ടോസ് കിട്ടില്ല, കേക്ക് കട്ടയാൻ പറ്റില്ല എന്നൊക്കെ. എന്ത് സ്റ്റുപ്പിഡിറ്റിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് പറയാം അവർ വന്ന കുട്ടികളെ എടുത്തുകൊണ്ട് ഓടുന്നു. അതിന്റെ കമന്റ് സെക്ഷനാണ് കേട്ടോ. നാട്ടുകാർക്ക് മനസ്സിലായി. ഞാനൊക്കെ ആദ്യം ദിയാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരിക്കലും എനിക്ക് അവരെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആരെയും പറയും, അല്ലെങ്കിൽ അതിന് ആൻസർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവരെ വെച്ച് വേറൊരു ബർത്ത്ഡേ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നു പറയാം. അതും അല്ലെങ്കിൽ അശ്വിന്റെ വീട്ടുകാർ വന്നില്ല, അവര് അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ലേ ഫോട്ടോഷൂട്ടോ കാര്യങ്ങൾക്കൊന്നും, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഒഴിയായിരുന്നു. ഇത് പറയുന്നതിന് ഒരു ബോധവും ഇല്ലാത്ത, വരുന്ന ഗസ്റ്റിനോട് ഒരു ഇതും ഇല്ല എന്നുള്ളതൊക്കെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു കമന്റ് സെക്ഷനാണ്, അയ്യോ അത് കാണേണ്ട തന്നെ. പലതും നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടീനെ തട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ദിയാകൃഷ്ണ അശ്വിന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചില്ല എന്നുള്ള കമന്റ് സെക്ഷൻ വളരെ രസകരമായിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദിയ എന്താ പറയുന്നത് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, എന്നതിനു ശേഷം നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് ചർച്ച ചെയ്യാം. വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു 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 കോലാഹലം വേണ്ട. കുഞ്ഞിനും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവുന്നൊക്കെ മാറ്റോടും അപ്പൊ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ മൂന്നുപേരും എവിടെയെങ്കിലും, ഇപ്പൊ ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ്, ഓക്കെ അവന്റെ ബർത്ത്ഡേ, ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കി എടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിൽ ഇരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജ്, നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞ് കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ, അവന് വേണ്ട പോലെ. അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഇഷ്ടം, അവനെ പൂളിൽ കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു. അവനിങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പൊ അവന്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ പൊതുവേ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവനെ തറയിൽ ഇറക്കി വിടാറില്ല. ഇപ്പൊ ഞാൻ തറയിൽ ഇറക്കി വിട്ടേക്കാണ്. അവന് ഇഷ്ടമാണ്, അത് ചെയ്യട്ടെ എന്ന് വെച്ചങ്ങ് വിട്ടേക്കുക. സോ നമുക്ക് കമന്റ് സെക്ഷനിലേക്ക് പോവാം. ദിയയുടെ പാരന്റ്സിനെ പോലെ ഓമിയുടെ മേൽ അശ്വിന്റെ പാരന്റ്സിനും അവകാശമുണ്ട്. അത് മനസ്സിലാക്കാൻ ഓമി നാളെ ഒരു ഫാമിലി ആയിട്ട് ദിയയെ ഇതുപോലെ ഒഴിവാക്കണം. അപ്പൊ മനസ്സിലാവും. അശ്വിന് ഒരു പരാതിയുമില്ല. കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നു, തരുന്നില്ല. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. പിള്ളേരെ പിടുത്തക്കാരാണോ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നത്? കർമ്മ തിരിച്ചു വരും. വെയിറ്റ്, ആൺകുട്ടിയല്ലേ, അച്ഛന്റെ ഫാമിലി ഒഴിവാക്കി സ്വന്തം ഫാമിലി ഒഴിവാക്കാമായിരുന്നു. അതാണ് മര്യാദ. എന്തേലും ആട്ടെ, പക്ഷെ തിരിച്ചു കിട്ടും ഷുവർ. അമ്മയുടെ കണ്ണുനീര്
വീണ്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. അതുകൊണ്ടാവും ബർത്ത്ഡേക്ക് അശ്വിന്റെ കയ്യിൽ പോലും കുട്ടിയെ കൊടുക്കാതിരുന്നത്. പൊങ്ങച്ചം എന്താണെന്ന് പോലും അറിയാത്ത കുടുംബം. നത്തക്കണ്ണി ചേച്ചിയുടെ പുതിയ തെറിയൊക്കെ പഠിക്കാൻ പോയതായിരിക്കും. അല്ലേലും വഴിയെ പോകുന്നവരൊക്കെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയാണ്. കുഞ്ഞിന്റെ 1ാം പിറന്നാൾ ആഘോഷം പാരന്റ്സിന് കഴിച്ചതൊക്കെ മണ്ടന്മാർ. നമ്മൾ ഇത്രയും ചിന്തിച്ചില്ലല്ലോ. പിള്ളേർ പിടുത്തക്കാരെയാണോ ഇൻവൈറ്റ് ചെയ്യുന്നേ? കർമ്മ തിരിച്ചു വരും, വെയിറ്റ് ആൺകുട്ടിയല്ലേ. അപ്പൊ ഒരുപാട് കമന്റ്സ് ഇവർക്കെതിരെ വരുന്നുണ്ട്. ശരിക്കും ഓമി ഒരു ബോയ് ആയതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു കിട്ടുമെന്നാണ് കമന്റ് സെക്ഷൻ മുഴുവൻ. കുഞ്ഞിന് മെമ്മറി ഉണ്ടാക്കാൻ മാൽദീവ്സിൽ പോയത് കൊണ്ട് കുഞ്ഞ് ഓർത്തിരിക്കുമായിരിക്കും അല്ലേ? നാട്ടുകാരെ ഒന്നിച്ച് വിളിക്കാനല്ലടോ, അശ്വിന്റെ വീട്ടുകാരെ വിളിക്കേണ്ട കാര്യമാണ് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത്. സത്യത്തിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് ദിയ വീണ്ടും എയറിലായി. നിങ്ങൾ 3 പേരും മാത്രമായിരുന്നു എങ്കിലും കുഴപ്പമില്ല, അശ്വിന്റെ വീട്ടുകാരെവിടെ എന്നാണ് ചോദിച്ചത്. ഓമി കുഞ്ഞ്, ഓമ പൊടി എന്നൊക്കെ വിളിച്ച് കൊഞ്ചിക്കുന്നവരോട് വഴിയിൽ പോകുന്ന കുട്ടികളെ കൊഞ്ചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ജസ്റ്റ് ലവ് യുവർ കിഡ്സ്. അവരെ കൊഞ്ചിച്ച് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഈ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്ക്. ഇതൊക്കെ കേട്ടാല് ഇവരുടെ വീട്ടിലൊക്കെ പോകുന്ന, ഇതൊക്കെ കേട്ടിട്ട് ഇവരുടെ വീട്ടിലൊക്കെ പോകുന്ന റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ സമ്മതിക്കണം. ഡിയർ അശ്വിൻ, സെൽഫ് റെസ്പെക്ട് ഓൾസോ ഈസ് ഇമ്പോർട്ടന്റ്. ഇല്ലെന്നറിയാം, എന്നാലും ചോദിക്കുക, അല്പം ഉളുപ്പുണ്ടോ? സത്യത്തിൽ ഈ പെണ്ണിന് മാനസികം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഈ ലോകത്ത് എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, അല്ലാതെ നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ല ഏറ്റവും ക്യൂട്ട്. അതിനെ ആരും എടുത്തോണ്ട് പോയില്ല. എല്ലാവർക്കും അവരുടെ സ്വന്തം കുഞ്ഞ്, കാക്കയ്ക്ക് കുഞ്ഞ്, പൊൻകുഞ്ഞ്. നിങ്ങൾ പണ്ട് കുട്ടികളെ കാണുമ്പോഴൊക്കെ കളിപ്പിക്കുക എടുക്കുകയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കുഞ്ഞിന് വലിയ സംഭവം ഒന്നുമല്ല. കുട്ടികളെ കാണുമ്പോൾ എല്ലാവർക്കും കൊഞ്ചിക്കാൻ തോന്നും. നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ലേ? കൂടാതെ വ്ളോഗൊക്കെ അതും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ബ്രോ, ടേക്ക് ഇറ്റ് ഈസി. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ അശ്വിന്റെ ഒക്കെ ഒരു പട്ടിനെ പോലെ ലൈഫ് ലോങ് ജീവിക്കാതെ മനുഷ്യനായി ജീവിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇഷ്ടം പോലെ കമന്റ്സ് ഉണ്ട്. കമന്റ്സ് ഒക്കെ അവരെ ഡിലീറ്റ് ചെയ്തിരിക്കേണ്ട. നെഗറ്റീവ് കമന്റ്സ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. അതുപോലെ കുട്ടീനെ തട്ടിക്കൊണ്ട് പോവാണോ ആൾക്കാരെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റിന് 3.8K ലൈക്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. 3000 ആൾക്കാർ മാത്രം ആ കമന്റിനാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത്. ശരിയായ ചോദ്യമാണ്. ഇവർ ഈ എയറിൽ പോകാൻ വേണ്ടിയിട്ടാണോ, പൊങ്ങച്ചാണോ? അവരെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ടില്ല. ഞാൻ പണ്ടൊരു ചരക്കായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവരൊരു കൂളായിട്ട് പറയുകയാണ്. എല്ലാവരും കൂടി വന്ന് ജഗപുകയാവും, എന്താ പറയാ, അലമ്പാവും പരിപാടി. ഈ റിലേറ്റീവ്സിനെ അവരൊക്കെ ഈ കല്യാണത്തിന് മറ്റുള്ള ഇതിനൊക്കെ വിളിക്കുന്നവര് പരിപാടി അലമ്പാക്കുന്നവരാണോ? നിങ്ങളുടെ ഇഷ്ടം കൊണ്ട്, നിങ്ങളോടുള്ള ഒരു റെസ്പെക്ട് കൊണ്ട് വിളിക്കുമ്പോൾ വരുന്ന ആളുകൾ മോശമാണെന്നാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ കൂടെ കൺവേ ചെയ്തിട്ടുള്ളത്. വളരെ മോശമാണ് ദിയ. സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്കുള്ളത് പോലെ തന്നെ മറ്റുള്ളവർക്കും അതുണ്ട്. റെസ്പെക്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വീഡിയോയിലെങ്കിലും ആളുകളുടെ മുന്നിലെങ്കിലും റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാനുള്ള ഒരു മാന്യത നിങ്ങൾ കാണിക്കണം. കാരണം ഇത്രയും ആളുകൾ ഇത് കാണുകയാണ്. അപ്പൊ ഇത് ഈ കാണുന്ന ആളുകൾക്ക് നിങ്ങളെയാണ് വില ഇല്ലാതാകുന്നത്. ഒരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോയിൽ അത് പറയുകയും വേണം. ഇത് ഞാൻ പറയട്ടെ, ഇത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. വീട്ടിലും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ അമ്മൂമ്മയായിട്ടുള്ള വിഷയം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് വീട്ടിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഈ പെൺകുട്ടികൾ മാത്രമുള്ള വീട് ആയതുകൊണ്ടായിരിക്കും ഇവിടെ പെൺ ഭരണമാണ്. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഇല്ലായ്മയൊക്കെ നോർമലൈസ്ഡ് ആയി. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വിഷയമല്ല. എന്താന്ന് പറയുക, നിങ്ങളുടെ പോലെ തന്നെ പെരുമാറ്റമുള്ള മറ്റുള്ളവരെ അടുത്ത് ഇടപഴകാത്തത് കൊണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ ആ ഒരു ലെവലിലുള്ള ആളുകളായിട്ട് നിങ്ങൾ അടുത്ത് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഞങ്ങൾ ഇങ്ങനെയാണല്ലേ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള, എല്ലാവരും അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നിൽക്കും, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഒരു റോട്ടിൽ ഇറങ്ങുകയാണ്, അപ്പൊ നമ്മൾ റൈറ്റ് വേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എതിർ വേയിൽ ഒരു ലോറി വരുന്നുണ്ട്, ഞാൻ റൈറ്റ് വേയിലാണ്, ലോറി വരുന്നിട്ട് പോട്ടെ എന്റെ നെഞ്ഞത്തോട്ട് കയറട്ടെന്ന് പറയില്ല. നമ്മൾ എന്ത് ചെയ്യും? സൈഡ് കൊടുക്കും. വേറെ വഴിയില്ല. എന്നതുപോലെ നമ്മൾ എപ്പോഴും നന്നായിട്ട് ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ചില കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി നമ്മളൊന്ന് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. നമുക്ക് തന്നെയാണ് നല്ലത്. ആ ലോറിക്കാരൻക്ക് ഒരു പ്രശ്നവും ഇല്ല, നമ്മുടെ ജീവൻ അപകടത്തിലാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഇപ്പോഴും നമ്മളാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ള രീതിക്ക് അഹങ്കാരത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തകിടം മറിഞ്ഞു വീഴും. അതാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളില് തകിടം മറിഞ്ഞ് പോവാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മൈ ഒപ്പീനിയൻ POV എന്ന എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരും ഡു സപ്പോർട്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ. എല്ലാ വിഷയത്തിലും ഞാൻ എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നുണ്ട്. സോ ഡു വാച്ച് എവരി വൺ, പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്.
Okay, bye.